ഇത് 7th സ്റ്റാൻഡേർഡിന്റെ സിവിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഡെമോക്രസി. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. Ours is a democratic country where everyone is equal before the law. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്, അല്ലെ? എല്ലാവരും ഈക്വൽ ആണ്. എവറി സിറ്റിസൺ ഹാസ് ദ റൈറ്റ് ടു ചാലഞ്ച് എനിത്തിങ് ദാറ്റ് ഈസ് അൺജസ്റ്റ്. എല്ലാ സിറ്റിസൺസിനും എന്ത് റൈറ്റ് ഉണ്ട്? അന്യായമായി എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. വില്ലേജ് പഞ്ചായത്ത് ആർ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ ലോക്കൽ ലെവൽ. ഇപ്പൊ ലോക്കൽ ലെവലില് വില്ലേജ് പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ദേ പ്രൊവൈഡ് എ ഫോറം ഫോർ ദ പീപ്പിൾ ടു ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. ഇവിടെ ജനങ്ങൾക്ക് ചർച്ച ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ളൊരു വേദിയാണ്. In a democratic setup, there are many such institutions at various levels. You will learn about some such institution in the next chapter. അപ്പം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം നമ്മൾ ഡെമോക്രസി എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. There are different types of government in the world. നമ്മുടെ ലോകത്തിൽ പലതരത്തിലുള്ള ഗവൺമെൻറ് ഉണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് ആണ്. അതെന്തൊക്കെയാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്? എല്ലാവർക്കും അവരുടേതായ ഒരു ഫ്രീഡം ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. അതുമല്ല, അവിടെ സോഷ്യൽ സ്റ്റാറ്റസോ റിലീജിയനോ കാസ്റ്റോ ജെൻഡറോ ഒന്നുമില്ല. എല്ലാവരും നമ്മുടെ ഇതിനു മുന്നിൽ തുല്യരാണ്. സോ എന്താണ് ഡെമോക്രസി? അത് മറ്റുള്ള ഗവൺമെൻറ്റ്സിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? Forms of government. To understand what democracy is, we first need to have an idea about other forms of government. ഡെമോക്രസി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം നമ്മൾ മറ്റു തരത്തിലുള്ള ഗവൺമെൻറ്റുകളെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, an absolute monarchy means the rule by a king or queen. മൊണാർക്കി എന്ന് പറഞ്ഞാൽ രാജവാഴ്ച. അവിടെ ഭരിക്കുന്നത് ഒരു കിങ്ങോ അല്ലെങ്കിൽ ക്യൂനോ ആയിരിക്കും. And a dictatorship means the rule by an unelected, all-powerful dictator. നമ്മൾ തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കും ഭരിക്കുന്നത്. As heads of state, both the monarch and the dictator have absolute powers and are above the law. They are not accountable to the people. As a form of government, democracy is very different from the rule of a king or a dictator. അപ്പം ഒരു കിങ്ങോ അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്ററിനെയോ ഭരിക്കുന്നതിൽ കയ്യിൽ ഒരുപാട് ഡിഫറെൻ്റ് ആണ് ഒരു ഡെമോക്രസി എന്ന് പറയുന്നത്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാൻഡ് ഫോർ പീപ്പിൾസ് റൂൾ. പീപ്പിൾ ആർ ഇൻവോൾവ് ദ ഫോർമേഷൻ ഓഫ് ഗവൺമെൻറ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ആരാണ് ഇവിടെ ഒരു ഗവൺമെന്റിനെ ഫോം ചെയ്യുന്നത്? പീപ്പിൾ, ജനങ്ങളാണ്. ഇഫ് ദ ഗവൺമെന്റ് ഈസ് എലക്റ്റഡ് ആൻഡ് റൺ ഡയറക്ട്ലി ബൈ ദ പീപ്പിൾ, ഇറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ഡെമോക്രസി. പക്ഷേ ഇത് ഇപ്പോൾ പോസിബിൾ അല്ല. നമ്മുടെ കൺട്രി ഒരു ലാർജ് പോപ്പുലേഷൻ ആയതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ, പീപ്പിൾ എലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ് ഫോർ എ ഫിക്സഡ് ടൈം. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കാലയളവിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അതിനെ പറയുന്നതാണ് ഇൻഡയറക്റ്റ് ഓർ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. Unlike the monarchies, in most democracies, the head of the country is also elected by the people. രാജവാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി മിക്ക ജനാധിപത്യ രാജ്യങ്ങളിലും തിരഞ്ഞെടുക്കപ്പെടുന്നത്, പ്രസിഡന്റിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് പീപ്പിളാണ്. അങ്ങനത്തെ കൺട്രീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിപ്പബ്ലിക്സ്. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയെ എന്തായി പറയാം? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ബിക്കോസ് വി ഹാവ് ബോത്ത് ദ ഗവൺമെൻറ് ആൻഡ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഓർ പ്രസിഡന്റ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ജനങ്ങളാണ് അവിടെ തിരഞ്ഞെടുക്കുന്നത്. മീനിങ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസി എന്ന് പറയുന്നത് റൂൾ ഓഫ് ദ കോമൺ പീപ്പിൾ. ഇത് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഡെമോസ് മീൻസ് കോമൺ പീപ്പിൾ, ക്രെറ്റോസ് മീൻസ് പവർ. The meaning of democracy has changed with time. കാലക്രമേണ ജനാധിപത്യത്തിൻ്റെ അർത്ഥം മാറി. ഉദാഹരണത്തിന് പുരാതന ഗ്രീസിലെ കാലത്ത് സ്ത്രീകൾക്കും അടിമകൾക്കും ഒന്നും വോട്ട് ചെയ്യാനുള്ളൊരു അവകാശം ഉണ്ടായിരുന്നില്ല. The modern understanding of democracy started to take shape in the
ലേറ്റ് 18th സെഞ്ച്വറി. 18th സെഞ്ച്വറിയിൽ ഡെമോക്രസിയെ പറ്റിയുള്ള ആധുനിക ധാരണകളൊക്കെ രൂപപ്പെടാനായിട്ട് തുടങ്ങി. ന്യൂസിലാൻഡ് became the first nation to grant equal voting rights to all its citizens as early as 1893. 1893 എല്ലാ പൗരന്മാർക്കും തുല്യ വോട്ടവകാശം നൽകിയ ആദ്യത്തെ രാജ്യമാണ് ന്യൂസിലാൻഡ്. Things have changed rapidly since then. Most countries in the world today are democracies. ഇന്ന് ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ജനാധിപത്യ രാജ്യങ്ങളാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ്.